പ്രിയപ്പെട്ടവരെ നമസ്കാരം, ജെൻസനാണ്. മന്ത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭവന വായ്പയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചാർജസുകളാണ് ബാങ്കുകൾ ഈടാക്കുന്നതെന്നാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബാങ്കുകൾ ഹിഡൻ ചാർജസ് വല്ലതും ഈടാക്കാറുണ്ടോ? എന്തൊക്കെയാണ് ബാങ്കുകളുടെ ചാർജസ്? നമ്മൾ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചാർജസുകളാണ് ബാങ്കുകൾ ഈടാക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബഡ്ജറ്റ് അതിനനുസരിച്ചിട്ട് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും നമുക്ക് ഇപ്പൊ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ബാങ്കുകൾ നമ്മളോട് പറയുന്ന ഫീസിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് ആ ഫീസ് കുറയ്ക്കാനെ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത്, എന്തെല്ലാം ചാർജസുകളാണ് ബാങ്ക് ഈടാക്കുന്നത്, ഈ കാര്യങ്ങൾക്ക് എല്ലാം വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. നമുക്ക് വീട്ടിലോട്ട് നടത്താം. എന്തെല്ലാം ചാർജുകളാണ് ബാങ്കുകൾ ഈടാക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം എന്തെല്ലാം ചാർജസുകൾ ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. അതുപോലെ തന്നെ പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായി ബാങ്കുകൾ ഈടാക്കുന്നത് പ്രോസസ്സിംഗ് ഫീസാണ്, ലീഗൽ ഫീസ്, സപ്ലിമെന്ററി റിപ്പോർട്ട് ചാർജസ്, വാല്യുവേഷൻ ഫീസ്, ഇൻഷുറൻസ് ചാർജുകൾ, എംഒഡിടി ചാർജസ്, മെമ്മോറാണ്ടം ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ, നമ്മളുടെ ആധാരം പണയം വെക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ചാർജസുകൾ, ലോൺ എടുത്തതിന് ശേഷമുള്ളത് പ്രീപേയ്മെന്റ് ചാർജസ്, റീക്ലോഷർ ചാർജസ്, സ്വിച്ച് ഓവർ ഫീസ്, ചെക്ക് ബൗൺസ് ചാർജസ്, ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ് ചാർജസ്, ലീഗൽ ഡോക്യുമെന്റ് ചാർജസ്, ലോൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ചാർജസ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ബാങ്കുകൾ ഈടാക്കുന്ന ചാർജുകൾ. ആദ്യത്തെ 5 ചാർജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൈസ കൺസ്യൂം ചെയ്യുന്നതും, രണ്ടാമത്തെ എന്ന് പറയുന്നത് ലോൺ എടുത്തതിന് ശേഷവുമാണ്. നമുക്ക് ഇനിയും ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പ്രോസസ്സിംഗ് ഫീസാണ്. മാർക്കറ്റിംഗിന്റെ ചെലവുകൾ, അതോടൊപ്പം തന്നെ സെയിൽസ് ടീമിന്റെ ചെലവുകൾ, DSA കമ്മീഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാങ്കുകൾക്ക് ഏറ്റവും കൂടുതൽ ലോണുകൾ മാർക്കറ്റ് ചെയ്ത് നൽകുന്ന DSAമാരാണ്. ആ DSAമാർക്കുള്ള കമ്മീഷന്, അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ്. ഈ ചാർജസുകളെല്ലാം ഉൾപ്പെടുത്തിയാണ് പ്രോസസ്സിംഗ് ഫീസ് ബാങ്കുകൾ ഈടാക്കുന്നത്. 0.25% മുതൽ 1% വരെയാണ് ഗവൺമെന്റ് ബാങ്കുകൾ സാധാരണഗതിയിൽ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കുന്നത്. എന്നാൽ 1 മുതൽ 4% വരെയൊക്കെ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പ്രൈവറ്റ് ബാങ്ക്സ്, NBFCകളൊക്കെ ഉണ്ട്. അത് ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്നത്, ആദ്യമേ തന്നെ അവരുടെ പ്രോസസ്സിംഗ് ഫീസിന്റെ ഡീറ്റെയിൽ ചോദിച്ച് മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിക്കുക. എപ്പോഴും പ്രോസസ്സിംഗ് ഫീസിൽ നമുക്ക് വേവർ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് മാക്സിമം സ്പെഷ്യൽ ഓഫർ അതിനകത്ത് നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കണം. ലോൺ സാങ്ഷൻ ആകുന്ന മുഴുവൻ തുകയുടെ 0.25% മുതൽ 1% വരെയാണ്. ഇപ്പൊ ഒരു 30 ലക്ഷം രൂപ ലോൺ എടുക്കുന്നവർക്ക് 1% എന്ന് പറയുന്നത് 30,000 രൂപ ഫീസ് ആവും. അപ്പൊ അതിന്റെ 0.25%, ചിലപ്പോൾ ഒരു മാക്സിമം ക്യാപ്പ് അവർ ഇട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ 0.25%, പരമാവധി 10,000 രൂപയോ എന്ന് ചിലപ്പോൾ ക്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ സാധാരണഗതിയിൽ ഗവൺമെന്റ് ബാങ്ക്സ്, ഈ ഓതറൈസ്ഡ് ബാങ്ക്സ് ഒക്കെയാണ് അത് ചെയ്തു തരുന്നത്. അപ്പൊ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നോ ആ ബാങ്കിന്റെ പ്രോസസ്സിംഗ് ഫീസിന്റെ ഡീറ്റെയിൽ ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിനെ മാക്സിമം ബാർഗെയിൻ ചെയ്യുക. അതുപോലെ തന്നെ NBFCകള് പ്രോസസ്സിംഗ് ഫീസ് ഇനിഷ്യലി തന്നെ, അതായത് ലോൺ പ്രോസസ് തുടങ്ങുമ്പോൾ തന്നെ അവര് പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കാറുണ്ട്. ഗവൺമെന്റ് ബാങ്ക്സും ഷെഡ്യൂൾഡ് ബാങ്ക്സും പ്രോസസ്സിംഗ് ഫീസ് അവരുടെ ലോൺ സാങ്ഷൻ ആക്കി ഡിസ്ബേഴ്സ്മെന്റ് സമയത്ത് മാത്രമാണ് അവർ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കുന്നത്. ലീഗൽ റിപ്പോർട്ട് ചാർജസ് ആണ്, ലീഗൽ ഫീസ് ആണ്. എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. വസ്തു സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ്സും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് അഡ്വക്കേറ്റ് നൽകുന്ന ഫീസാണ് ലീഗൽ ഫീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ബാങ്ക്സിന് ലീഗൽ ഫീസ് അഡീഷണൽ ആയിട്ടാണ് അവർ ഈടാക്കുന്നത്. പലപ്പോഴും പ്രോസസ്സിംഗ് ഫീസ് പ്ലസ് ലീഗൽ ഫീസ് ആണ്. അത് കൃത്യമായിട്ട് ബാങ്കുമായിട്ട് സംസാരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. NBFCകള്, പ്രൈവറ്റ് ബാങ്ക്സ് തുടങ്ങിയവർ പ്രോസസ്സിംഗ് ഫീസിൽ നിന്ന് തന്നെയാണ് ലീഗൽ ഫീസും വാല്യുവേഷൻ ഫീസും ഈടാക്കുന്നത്. അവർക്ക് സെപ്പറേറ്റ് ഫീസ് ഇല്ല. അതേസമയത്ത് ഗവൺമെന്റ് ബാങ്കുകൾക്ക് 0.5% അവർ അല്ലെ 0.25% അവർ ഈടാക്കിയാൽ സെപ്പറേറ്റ് ലീഗൽ ഫീസ് പറയാറുണ്ട്. അത് നിങ്ങൾ ബാങ്കുമായിട്ട് നേരിട്ട് സംസാരിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് ഈ പ്രോസസ്സിംഗ് ഫീസിനകത്തിൽ തന്നെ ലീഗൽ ടെക്നിക്കൽ ഫീസ് ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. ബേസ്ഡ് ഓൺ ബാങ്ക്സ് ആണ് പരമാവധി 4,000 രൂപ വരെയാണ് ഈടാക്കാറുള്ളത്. ഇനി അടുത്തതായിട്ട് സപ്ലിമെന്ററി റിപ്പോർട്ടാണ്. സപ്ലിമെന്ററി റിപ്പോർട്ട് എന്ന് പറയുന്നത് ലീഗൽ റിപ്പോർട്ടിനോട് അനുബന്ധമായിട്ട് തന്നെ വരുന്നതാണ്. പുതുതായി വസ്തു വാങ്ങിയതിനു ശേഷം ലീഗൽ റിപ്പോർട്ട് ആവശ്യമായി വന്നാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സിനാരിയോയിൽ ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ പറയുകയാണ് അഡീഷണൽ ആയിട്ട് ഒരു റിപ്പോർട്ട് കൂടെ വേണമെന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി റിപ്പോർട്ടായിട്ട് അത് അഡ്വക്കേറ്റ്സ് നൽകാറുണ്ട്. അങ്ങനെ നൽകുന്ന റിപ്പോർട്ടിന് പരമാവധി 2,000 രൂപ വരെ ഈടാക്കാറുണ്ട്. അങ്ങനെ ടോട്ടൽ അഡ്വക്കേറ്റ്സിന്റെ ഫീസായിട്ട് ഒരു 6,000 രൂപ വരെയൊക്കെ ലീഗൽ ഫീസായിട്ട് പോകാൻ പറ്റും.
അതുപോലെ തന്നെ പർച്ചേസ് കേസുകളിൽ നിർബന്ധമായിട്ടും സപ്ലിമെന്ററി റിപ്പോർട്ട് ആവശ്യമാണ്. അപ്പം പരമാവധി 6000 രൂപ വരെയാണ് ലീഗൽ ഫീസ് ആയിട്ട് ബാങ്കുകൾ ചാർജ് ചെയ്യുന്നത്. ചോദിക്കാൻ പോകുന്നത് വാല്യുവേഷൻ ഫീസ് എന്താണെന്നുള്ളതാണ്. വസ്തുവിന്റെ നിയമപരമായ ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ച് അഡ്വക്കേറ്റ് റിപ്പോർട്ട് നൽകിയതിനു ശേഷം ബാങ്കിന്റെ വാല്യുവേറ്റർ നമ്മൾ വസ്തു വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടോ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റിൽ വന്ന് ബാങ്കിന് ഒരു റിപ്പോർട്ട് നൽകുന്നു. അങ്ങനെ നൽകുന്ന റിപ്പോർട്ടിന് ഈടാക്കുന്നതിന് ഫീസാണ് വാല്യുവേഷൻ ഫീസ് എന്ന് പറയുന്നത്. പരമാവധി 4000 രൂപ വരെയാണ് എഞ്ചിനീയേഴ്സ് ഈടാക്കാറുള്ളത്. NBFCകൾക്കും പ്രൈവറ്റ് ബാങ്ക്സിനും പ്രോസസിംഗ് ഫീസിൽ തന്നെയാണ് വാല്യുവേഷൻ ഫീസ് വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ റിക്കവറി സമയത്ത് ഏതെങ്കിലും കാരണവശാൽ വസ്തുവിന്റെ ജപ്തിപരമായ എന്തെങ്കിലും മുന്നോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയർ വീണ്ടും സൈറ്റിൽ വരും. അങ്ങനെ സൈറ്റിൽ വരുന്നതിനും അദ്ദേഹം പൈസ ഈടാക്കാറുണ്ട്. കഴിവതും ലീഗൽ ഫീസും വാല്യുവേഷൻ ഫീസും പ്രോസസിംഗ് ഫീസിനകത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ ഗവൺമെന്റ് ബാങ്കുകളിൽ മാക്സിമം ബാർഗെയിൻ ചെയ്ത് അത് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് ചാർജുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന് ലൈഫ് കവർ ഇൻഷുറൻസ് അഥവാ ലോൺ കവർ ഇൻഷുറൻസ് എന്ന് പറയും. ഇത് നമ്മൾക്ക് സാങ്ഷൻ ആകുന്ന തുക അനുസരിച്ചിട്ടാണ് അവർ സാങ്ഷൻ ആക്കി തരുന്നത്. 2 പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ്, അതായത് വസ്തുവും വീടും കൂടെ വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ വീട് പണിയുകയോ വീട് മെയിൻ്റെനൻസ് ചെയ്താൽ ആ വീടിന്റെ ഈ കവറായ പ്രോപ്പർട്ടി നമ്മൾ ഇൻഷുർ ചെയ്യുന്നതാണ്. അതിന് പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് പറയുന്നത് ലോൺ എടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ച് നാളെ ഒരു ദിവസം അടവ് തെറ്റാതിരിക്കാൻ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ പറയും. അതുപോലെ തന്നെ ആക്സിഡന്റ് കവർ, ലോൺ എടുത്ത വ്യക്തിക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട് ലോണിൽ അടവ് തെറ്റാതിരിക്കാൻ ആക്സിഡന്റ് കവർ എടുക്കാൻ പറയും. അങ്ങനെ 4 ഇൻഷുറൻസുകളാണ് പ്രധാനമായിട്ടും ബാങ്കുകൾ നമ്മളോട് എടുക്കാൻ ആവശ്യപ്പെടാറുള്ളത്. ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ലോൺ എടുക്കുന്ന തുക എത്രയാണെന്നുള്ളതിനെ ആശ്രയിച്ചും അതുപോലെ തന്നെ എടുക്കുന്ന വ്യക്തിയുടെ പ്രായം അനുസരിച്ചിട്ടുമാണ്. ബാങ്ക് വിൽ സാങ്ഷൻ ദ ലോൺ എമൗണ്ട് ബട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ഹൈ. ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ കൊടുത്ത് പൈസ കൊടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ബാങ്ക് തന്നെ നമുക്ക് ലോണായിട്ട് സാങ്ഷൻ ആക്കി തരും. അങ്ങനെ സാങ്ഷൻ ആക്കി തരുന്ന തുകയ്ക്ക് പേഴ്സണൽ ലോണിന്റെ റേറ്റോ അതല്ലെങ്കിൽ ഹൗസിംഗ് ലോണിന്റെ റേറ്റിന് മുകളിലോ ആയിരിക്കും അവർ പലിശ ഈടാക്കുന്നത്. പലപ്പോഴും 1.5-2% വ്യത്യാസമൊക്കെ ആയിരിക്കും ഇൻഷുറൻസിന് വേണ്ടി സാങ്ഷൻ ആക്കുന്ന തുകയുടെ പലിശ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതനുസരിച്ചിട്ട് ആദ്യമേ ലോൺ മുൻകൂറായിട്ട് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ തുക അടച്ച് ക്ലോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷുറൻസിനെടുത്ത തുക ആദ്യം അടച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കഴിവതും ശ്രമിക്കും. ഭവന വായ്പയിലെ പ്രധാന ചാർജസുകളിൽ ഒന്നാണ് MODT ചാർജസ്, സ്റ്റാമ്പ് പേപ്പർ ചാർജസ്, സ്റ്റാമ്പ് ചാർജസ് എന്നൊക്കെ. മെമ്മറാണ്ടം ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ് എന്നാണ് MODT ചാർജസിന് പറയുന്നത്. ബേസ്ഡ് ഓൺ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ നിയമം അനുസരിച്ചിട്ടാണ് MODT ചാർജസ് ഈടാക്കുന്നത്. 0.1% ഓഫ് ദ ടോട്ടൽ എമൗണ്ട് അഥവാ മാക്സിമം 10,000 രൂപയാണ് MODT ചാർജസ് ആയിട്ട് ബാങ്കുകൾ ഈടാക്കുന്നത്. സ്റ്റേറ്റ് നിയമം അനുസരിച്ചിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. 10,000 രൂപ വരെ പരമാവധിയാണ് MODT ചാർജസ് ആയിട്ട് ബാങ്കുകൾ ഈടാക്കുന്നത്. 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന വ്യക്തിക്ക് മാക്സിമം 1000 രൂപ അഡീഷണൽ ആയിട്ട് MODT ചാർജസ് ആയിട്ട് ബാങ്കുകൾ ഈടാക്കുന്നു. അതുപോലെ തന്നെ ഇൻട്രീം സെക്യൂരിറ്റി ചാർജസ് ആയിട്ട് 800 രൂപയുടെ മുദ്രപത്രം സെപ്പറേറ്റ് ബാങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. അതായത് വസ്തു ഇല്ലാത്ത വ്യക്തികൾ വസ്തു വാങ്ങിക്കുകയോ വീടില്ലാത്തവർ വീടും വസ്തുവും കൂടെ വാങ്ങിക്കുകയോ ചെയ്യുന്ന സമയത്ത് വസ്തു ജാമ്യം നൽകാതെ ലോൺ എടുക്കുന്ന സമയത്ത് ഇൻട്രീം സെക്യൂരിറ്റിക്ക് വേണ്ടി സ്റ്റാമ്പ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മുദ്രപത്രം വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യണം. അതിന് ഒരു 800 രൂപ അഡീഷണൽ ചാർജസ് ആവും. ഇൻഡെമിനിറ്റി ബോണ്ടിന് ഒരു 200 രൂപ ചാർജസുകൾ ആവാറുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് സാധാരണഗതിയിൽ നമ്മൾ ഒരു വസ്തുവും വീടും കൂടെ വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ സർക്കാരിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 10%. 10 ലക്ഷം രൂപ ഒരു വസ്തു വാങ്ങിച്ചാൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് രജിസ്ട്രേഷൻ ചാർജസ് ആവും. അതുപോലെ ഡോക്യുമെന്റ് റൈറ്റിംഗ് ചാർജസ്, ആധാർ എഴുതുന്നതിന്റെ ഫീസ് എന്ന് പറയുന്നത് പരമാവധി 20,000 രൂപയൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. സെയിൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കരാർ എഴുതുന്നതിന് 200 രൂപ വരെ ഈടാക്കും. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണിക്ക് 600. ഇത്രയുമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വസ്തു സംബന്ധമായ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചാർജസിൽ വരുന്നത്. MODT ചാർജസ് എന്ന് പറയുന്നത് 0.01% ആണ് പ്രധാനമായിട്ടും ഈടാക്കുന്നത്. സെർസായി ചാർജസ് എത്രയാണെന്നും അതിന്റെ ഫീസ് എത്രയാണെന്നുമാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ ഫുൾ നെയിം ആയിട്ട് വരുന്നത്. ഒരു വസ്തുവിന്റെ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെ എങ്ങനെ തടയാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സെർസായി രൂപീകൃതമായത്. അതനുസരിച്ചിട്ടാണ് അവർ സെർസായിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഏത് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ വസ്തു സംബന്ധമായ മുഴുവൻ ഡോക്യുമെന്റ്സും അവർ ഡീറ്റെയിൽ ആയിട്ട് സെർസായിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. സെർസായുടെ ചാർജസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെ പരമാവധി 50 രൂപയും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 100 രൂപ വരെയുമാണ് സെർസായി ചാർജസ് ആയിട്ട് ഈടാക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രീ ക്ലോഷർ ചാർജസ്, പ്രീപേയ്മെന്റ് ചാർജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്.
അതായത് ഇതുവരെ നമ്മൾ പരിശോധിച്ചത് ലോൺ എടുക്കുന്നതിന് മുമ്പുള്ള ചാർജസിനെ കുറിച്ചും ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോൺ എടുത്തതിന് ശേഷമുള്ള ചാർജസുകളെ കുറിച്ചുമാണ്. അതിനകത്തിൽ പ്രധാനപ്പെട്ടതാണ് പ്രീ ക്ലോഷർ ചാർജസ്, പ്രീ പേയ്മെന്റ് ചാർജസ്. 6 മാസത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ ലോൺ അടച്ചു തീർത്താൽ 1% മുതൽ 3% വരെ ബാക്കി നിൽക്കുന്ന മുതലിന്റെ തുക അടയ്ക്കേണ്ടി വരും. അത് ബേസ്ഡ് ഓൺ ലോൺ എഗ്രിമെന്റ് ആയിരിക്കും. അതായത് 10 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തു, 5 ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു, ബാക്കി നിൽക്കുന്ന 5 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ലക്ഷം രൂപ ബാലൻസ് നിന്നാൽ നമ്മൾ അത് ഒരുമിച്ച് കൊണ്ടുപോയി അടച്ചു തീർക്കാൻ ചെന്നാൽ 2% ആണ് അവർ പ്രീ ക്ലോഷർ ചാർജസ് ഈടാക്കുന്നതെങ്കിൽ 10,000 രൂപ വരെ അഡീഷണൽ ചാർജസുകൾ ഈടാക്കിയേക്കാം. ബാങ്കുകളിൽ ഭവന വായ്പയ്ക്ക് ഇത് ബാധകമല്ല. വസ്തു വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ വീട് മെയിൻറ്റെയിൻസ് ചെയ്യാനോ തുടങ്ങിയ ഹോം ലോണുകൾക്ക് പ്രീ ക്ലോഷർ ചാർജസ്, പ്രീ പേയ്മെന്റ് ചാർജസും ഗവൺമെന്റ് ബാങ്കുകൾക്ക് ഇല്ല. ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിൽ EMI അല്ലാതെ അധിക തുക അടച്ചാൽ ചാർജ് ഈടാക്കും ബേസ്ഡ് ഓൺ ലോൺ എഗ്രിമെന്റ്. NBFCകളിലെ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ പലപ്പോഴും പ്രീ പേയ്മെന്റ് ചാർജസ്, പ്രീ ക്ലോഷർ ചാർജസ് ഒക്കെ ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നതിന് പലപ്പോഴും പല ബാങ്കുകളും പ്രീ ക്ലോഷർ ചാർജസ്, പ്രീ പേയ്മെന്റ് ചാർജസ് ഈടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ ബേസിൽ അല്ലാതെ ലോൺ എടുക്കുന്നത് കമ്പനിയുടെ പേരിലോ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഒക്കെ പേരിൽ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പ്രീ ക്ലോഷർ ചാർജസും പ്രീ പേയ്മെന്റ് ചാർജസും ഈടാക്കാറുണ്ട്. നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പീനൽ ചാർജസ് എന്തൊക്കെയാണ്, ചെക്ക് ബൗൺസ് ചാർജ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 മുതൽ 4% വരെയാണ് പിഴപ്പലിശയായിട്ട് ബാങ്കുകൾ സാധാരണഗതി ഈടാക്കാറുള്ളത്. അത് ലോൺ എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഏപ്രിൽ മുതൽ പിഴപ്പലിശ ഇല്ല, പകരം ഒരു നിശ്ചിത തുക ബാങ്ക് ഈടാക്കുന്നതിലോട്ട് റിസർവ് ബാങ്കിന്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമായി വരുന്നതേ ഉള്ളൂ. അതെല്ലാം ബേസ്ഡ് ഓൺ ലോൺ എഗ്രിമെന്റിനാണ് വരുന്നത്. 500 പ്ലസ് GST ആണ് സാധാരണഗതിയിൽ ചെക്ക് ബൗൺസ് അല്ലെ ECS റിട്ടേൺ ആവുന്നത് കൊണ്ട് ബാങ്കുകൾ ഈടാക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്വിച്ച് ഓവർ ഫീസ് അഥവാ ചാർജസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണത്തോടു കൂടി തുടങ്ങാം. അതായത് 2021 ഞാൻ ഒരു ലോൺ എടുക്കുന്നു. അതിന്റെ പലിശ എന്ന് പറയുന്നത് 8% പലിശയാണ്. എന്നാൽ 2024 ജൂണിൽ ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ എന്റെ പലിശ നിരക്ക് കാണിക്കുന്നത് 11%. എന്നാൽ ഇപ്പൊ പുതിയതായി ബാങ്കിനെ സമീപിക്കുന്ന ഒരു കസ്റ്റമറിന് ബാങ്ക് നൽകുന്ന പലിശ നിരക്ക് 9% കരുതുക. എന്റെ നിലവിൽ ഓടുന്ന പലിശ നിരക്ക് 11%. ഈ 11% എന്ന പലിശ നിരക്ക് എനിക്ക് 9% പലിശ നിരക്കിലോട്ട് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ മാറ്റാൻ സാധിക്കുന്നതിന് ബാങ്കിന് ലോൺ എഗ്രിമെന്റിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഫീസ് ഈടാക്കിയോ അല്ലാതെയോ പലിശ കുറച്ച് നൽകും. പ്രതിമാസ അടവ് തെറ്റാത്തവർക്ക് മാത്രമാണ് ഇങ്ങനെ സ്വിച്ച് ഓവർ ഫീസ് ഈടാക്കി അവർ പലിശ കുറച്ച് നൽകുന്നത്. അത് ബേസ്ഡ് ഓൺ ലോൺ എഗ്രിമെന്റ് ആയിരിക്കും. മാക്സിമം 3000 മുതൽ 5000 രൂപ വരെയോ അല്ലെങ്കിൽ 0.25% മുതൽ 1% വരെയോ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഫീസ് ഈടാക്കിയിട്ടായിരിക്കും അവർ ആ സ്വിച്ച് ഓവർ ഫീസ് വാങ്ങി പലിശ നമുക്ക് കുറച്ച് നൽകുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഫീസ് ഈടാക്കി അവർക്ക് പലിശ കുറച്ച് നൽകാൻ സാധിക്കുന്നത്. നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എമൗണ്ട്, ലോൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഡോക്യുമെന്റ് റിട്രൈവൽ ചാർജ്, ഇതെന്തെല്ലാം കാര്യങ്ങൾക്കാണ് അവർ ഫീസ് ഈടാക്കുന്നത്, എത്രയാണ് ഫീസ് ഈടാക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ലോൺ എടുക്കുമ്പോൾ ബാങ്കിന് നൽകുന്ന മുഴുവൻ വസ്തുവിൽ സംബന്ധമായ ഡോക്യുമെന്റ്സിന്റെയും കോപ്പി എടുക്കുന്നതിന് അവർ ചാർജസ് ഈടാക്കാറുണ്ട്. ആ മുഴുവൻ കോപ്പിയിൽ സീല് വെച്ച് തരുന്നതിന് അവർ ചാർജസ് ഈടാക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ ആവശ്യമായിട്ട് വരുന്ന ലോൺ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും മുൻകൂറായിട്ട് 2-3 സെറ്റ് കോപ്പി നമ്മൾ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക. ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നതിന് അവർ 500 പ്ലസ് GST ആണ് ഈടാക്കുന്നത്. ലോൺ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വരും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അവിടെ നൽകിയെന്നുള്ളതാണ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് വഴി പരിശോധിക്കുന്നത്. ലോൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ബിഗിനിങ്, ലോൺ എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയുള്ള സ്റ്റേറ്റ്മെന്റ് സീൽ വെച്ച് തരുന്നതിന് ബാങ്ക് ഫീസ് ഈടാക്കാറുണ്ട്. 500 പ്ലസ് GST ആണ് അവർ ഈടാക്കാറുള്ളത്. അതുപോലെ തന്നെ വസ്തു സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ്സും തിരികെ നൽകുന്നതിന് അവർ ഫീസ് ഈടാക്കാറുണ്ട്. ഡോക്യുമെന്റ് റിട്രൈവൽ ചാർജസ് ആയിട്ട് ഫീസ് ഈടാക്കാറുണ്ട് 500 പ്ലസ് GST. അതല്ലെങ്കിൽ കൊറിയർ ചാർജസ് എക്സ്ട്രാ അവർ ഈടാക്കാറുണ്ട്. പൊതുവെ NBFCകളും പ്രൈവറ്റ് ബാങ്ക്സുമാണ് ഡോക്യുമെന്റ് റിട്രൈവൽ ചാർജസ് ആയിട്ട് ഈടാക്കാറുള്ളത്. ഇത്രയും ചാർജസുകളാണ് പൊതുവായിട്ട് ബാങ്കുകൾ ഈടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെല്ലാം ചാർജസുകളാണ് ബാങ്കുകൾ ഈടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും നല്ല നല്ല വീഡിയോ ചെയ്ത് മുന്നോട്ട് വരാനെ കൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.